नमस्ते बच्चों, आज हम इकाई 3 का पहला अध्याय पढ़ने वाले हैं। पिछले कक्षा में हम इस कविता को आरंभ किए थे। कविता डॉक्टर के नाम मस्तूर का पत्र। इसमें मस्तूर कहते हैं कि जब वह डॉक्टर के पास जाते हैं तो डॉक्टर से कहते हैं कि हमारे शरीर के भीतर आप हमारे शरीर के भीतर कारण ढूंढते हैं, तो हमारे शरीर के चितड़ों पर नजर डालो तो ज्यादा बता सकते हैं कि क्यों हमारे शरीर और कपड़े घिस पीट जाते हैं। बस एक ही कारण है दोनों का, क्यों हमारे शरीर और कपड़े घिस पीट जाते हैं, तो बता सकते हैं कि क्यों हमारे इस कपड़े घिस पीट जाते हैं। यही कारण है दोनों का, जिसे सब जानते हैं पर कहता कोई नहीं। तो हम आगे बढ़ाएंगे कविता को। तुम कहते हो कंधे का दर्द टीसता है, नमी और सिलन की वजह से। डॉक्टर तुम ही बताओ यह सिलन कहाँ से आई। इसमें मजदूर लोग कहते हैं कि डॉक्टर से कंधे का दर्द टीसता है। कंध माने ചുമലാണ്, ദർദ് എന്ന് പറഞ്ഞാൽ വേദനയാണ്, ടീസ്ന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഇതില് മസ്ദൂർ ലോഗ് പറയാണ് എന്താ, तुम कहते हो कंधे का दर्द टीसता है നമി और സിലൻ की वजह से. നിങ്ങളുടെ ചുമലിലെ ഈ വേദന ആവർത്തിച്ച് വരുന്നത് ഈ നനവും ഈർപ്പവും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ മസ്ദൂർ ലോഗ് ചോദിക്കുകയാണ് ഡോക്ടറോട്, എന്താണ് തുമി ബത്താവോ യഹ് സിലൻ കഹാസെ ആയി. നിങ്ങൾ തന്നെ പറയൂ ഈ ഈർപ്പം എവിടെ നിന്നാണ് വന്നത് എന്ന് ഡോക്ടർ നിങ്ങൾ തന്നെ പറയൂ എന്നിവിടെ മസ്ദൂർ ലോഗ് പറയാണ്. बहुत ज्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें. नुस्खे पर लिखते हो और वजन बढ़ाओ. ഒരുപാട് കൂടുതൽ ജോലിയും പിന്നെ बहुत कम भोजन വളരെ കുറച്ച് ഭക്ഷണവും ദുബ്ലാ കർ ദിയാ ഹെ ഹമേ നമ്മളെ ദുർബലരാക്കിയിരിക്കുന്നു. നുസ്ഖെ പർ ലിഖ്തേ ഹോ और वजन बढ़ाओ. പക്ഷേ നിങ്ങൾ പറയുന്നത് എന്താ, ഇനിയും ഭാരം കൂട്ടൂ എന്ന് നിങ്ങൾ പറയുന്നു. बहुत ज्यादा काम എന്ന് പറഞ്ഞാൽ ജോലിയാണ്. ഭോജൻ बहुत कम भोजन ഒരുപാട് കൂടുതൽ ജോലിയും പിന്നെ കുറച്ച് ഭക്ഷണവും ദുബ്ലാ കർ ദിയാ ഹെ. ദുബ്ല എന്ന് പറഞ്ഞാൽ ദുർബലരാക്കുക. ഇതിൽ പറയുന്നത് എന്താ, മസ്ദൂർ ലോഗ് പറയാണ് बहुत ज्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें. ഒരുപാട് കൂടുതൽ ജോലിയും കുറച്ച് ഭക്ഷണവും ആയതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ദുർബലരാക്കിയിരിക്കുന്നത്. പിന്നെയും നിങ്ങൾ പറയുന്നു എന്താണ്, നുസ്ഖെ പർ ലിഖ്തേ ഹോ और वजन बढ़ाओ. നമ്മൾ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറിപ്പടി നൽകാറുണ്ടല്ലേ, അതാണ് ഇവിടെ പറഞ്ഞത്. നുസ്ഖെ പർ ലിഖ്തേ ഹോ और वजन बढ़ाओ. ഇനിയും ഭാരം കൂട്ടൂ എന്ന് നിങ്ങൾ പറയുന്നു. वह तो वैसा ही है दलदली घास से कहो कि वह खुश्क रहे. ഇത് എങ്ങനെയാണ്, ഇത് ഏതുപോലെയാണ്, यह तो वैसा ही है दलदली घास से कहो. ചതുപ്പിലെ പുല്ലിനോട് പറയുന്ന പോലെയാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്. ചതുപ്പിലെ മണ്ണ് നമ്മൾക്കറിയാം അല്ലെ, വളക്കൂറില്ലാത്ത മണ്ണാണ് ഈ ചതുപ്പിലെ, അതിലാണ് ഈ പുല്ലുകളൊക്കെ വളർന്നത്. പക്ഷെ അതിന് വളക്കൂറില്ലാത്തതുകൊണ്ട് അതിന് വളരാൻ സാധിക്കുകയില്ല. അതേപോലെയാണ് നിങ്ങൾ ഞങ്ങളോടും പറയുന്നത്, എന്താണ് और वजन बढ़ाओ, ഇനിയും ഭാരം കൂട്ടൂ എന്ന് പറയുന്നത്. ഡോക്ടർ തുമാരെ പാസ് കിത്നാ വക്ത് ഹെ ഹം ജൈസെ കെ ലിയെ. ഇവിടെ വീണ്ടും ചോദിക്കുകയാണ് എന്താ, മസ്ദൂർ ലോഗ് ചോദിക്കുകയാണ് ഡോക്ടറോട്, എന്താണ് തുമാരെ പാസ് നിങ്ങളുടെ അടുത്ത് കിത്നാ വക്ത് ഹെ എത്ര സമയമുണ്ടോ. വക്ത് എന്ന് പറഞ്ഞാൽ സമയമാണ്, എത്ര സമയമാണ്. ഹം ജൈസെ കെ ലിയെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് എത്ര സമയമാണ് ഉള്ളത് എന്ന് ഡോക്ടറോട് മസ്ദൂർ ലോഗ് ചോദിക്കുകയാണ്.
तुम्हारे घर के एक कालीन की कीमत 5000 മരീസോं से मिली फीस के बराबर है. ഇവിടെ വീണ്ടും പറയണം എന്താണ്, തുമാരെ ഘർ കെ ഏക് കാലിൻ കി കീമത്ത്. കാലിൻ എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് ആണ്, കീമത്ത് എന്ന് പറഞ്ഞാൽ വിലയാണ്. ഇവിടെ പറയണം എന്താ, തുമാരെ ഘർ കെ ഏക് കാലിൻ, നിങ്ങളുടെ വീട്ടിലെ ഒരു കാർപ്പറ്റിന്റെ വില അത് എത്രയാണ്? 5000 മരീസോं से मिली फीस के बराबर है. 5000 രോഗികളിൽ നിന്ന് വാങ്ങിയ ഫീസിന് തുല്യമാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കാർപ്പറ്റിന്റെ വില എന്നിവിടെ മസ്ദൂർ പറയുന്നുണ്ട് ഡോക്ടറോട്. ബരാബർ എന്ന് പറഞ്ഞാൽ തുല്യമാണ്. ബേശക് തും കഹോഗെ ഇസ്മേ തുമാരാ കോയി ദോഷ് നഹി. പക്ഷെ നിങ്ങൾ തീർച്ചയായും പറയും എന്താ, ഇതിൽ നിങ്ങളുടെ കുറ്റമൊന്നും ഇല്ല എന്ന് നിങ്ങൾ തീർച്ചയായും പറയും. ഹമാരെ ഘർ കി ദീവാർ പർ ഛായി സിലൻ ഭി യഹി കഹാനി ദോഹരാത്തി ഹെ. ഞങ്ങളുടെ വീട്ടിൻ്റെ ഭിത്തിയിൽ വ്യാപിച്ചിരിക്കുന്ന ഈർപ്പവും ഈ കഥ തന്നെയാണ് പറയുന്നത് എന്നിവിടെ മസ്ദൂർ ലോഗ് പറയാണ്. ഹമേ മാലൂം ഹെ അപ്നി ബീമാരി കാ കാരണം വഹ ഏക് छोटा सा शब्द है. ഇവിടെ मजदूर लोग പറയാണ്. इसमें मजदूर लोग कहते हैं कि हमारी बीमारी का कारण वह एक छोटा सा शब्द है जिसे सब जानते हैं. जो हमारी बीमारी है उसका कारण सब जानते हैं पर कहता कोई नहीं. പക്ഷേ ഞങ്ങളുടെ ഈ രോഗം അതെന്താണെന്നത് എല്ലാവർക്കും അറിയാം, പക്ഷെ അതാരും പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിവിടെ മസ്ദൂർ ലോഗ് പറയാണ്. അവസാനം ഇവിടെ പറയുന്നത് എന്താണ്, വഹ് ഹെ ഗരീബി. അതാണ് എന്താ, അതാണ് ദാരിദ്ര്യം. ഞങ്ങളുടെ രോഗം എന്താണ്, അത് ദാരിദ്ര്യമാണ് എന്നിവിടെ അവസാനം മസ്ദൂർ ലോഗ് ഇവിടെ പറയുന്നത്. हमें मालूम है अपनी बीमारी का कारण वो एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. जब बीमार पड़ते हैं तो बताया जाता है सिर्फ तुम ही डॉक्टर हमें बचा सकते हो. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों से खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने. तब तो तुम हमें अवश्य अच्छा कर सकोगे. क्या सचमुच तुम हमें स्वस्थ कर सकते हो? तुम्हारे पास आते हैं जब बदन पर बचे चिदड़े खींचकर, कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज़. खोजते हो कारण शरीर के भीतर, पर अगर एक नज़र शरीर के चिदड़ों पर डालो तो वे शायद तुम्हें ज़्यादा बता सकोगे क्यों घिसपिट जाते हैं हमारे शरीर और कपड़े. बस एक ही कारण है दोनों का, वो एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. तुम कहते हो कंधे का दर्द ठीसता है नमी और सीलन की वजह से. डॉक्टर तुम ही बताओ ये सीलन कहाँ से आई? बहुत ज़्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें. नुस्खे पर लिखते हो और वज़न बढ़ाओ. ये तो वैसा ही है दलदली घास से कहो कि वो खुश्क रहे. डॉक्टर तुम्हारे पास कितना वक्त है हम जैसों के लिए? क्या हमें मालूम नहीं तुम्हारे घर के एक कालीन की कीमत 5000 मरीजों से मिली फीस के बराबर है. बेशक तुम कहोगे इसमें तुम्हारा कोई दोष नहीं. हमारे घर की दीवार पर छाई सीलन भी यही कहानी दोहराती है. हमें मालूम है अपनी बीमारी का कारण वो एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. वो है गरीबी. तो हम अगले कक्षा में फिर मिलेंगे. धन्यवाद.